ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും ഓക്കെ അല്ലേ? റോസാ പ്രേമികളുടെ മനസ്സിനെ പിടിച്ചു നിർത്തിയ അല്ലെങ്കിൽ കുറേ കാലത്തേക്കൊക്കെ വിഷമിപ്പിച്ച ഒരു റോസാണ് നമ്മുടെ അന്യ ഡുപ്രി റോസ്. നമുക്കത് സിംഗിൾ പർച്ചേസ് ആയിട്ടും 2 എണ്ണത്തിൻ്റെ കോംബോ ആയിട്ടും 3 എണ്ണത്തിൻ്റെ കോംബോ ഒക്കെ ആയിട്ടും നമുക്ക് അവൈലബിൾ ആണ്. അന്ന് വന്ന പ്ലാന്റ് സൈസിനേക്കാളും കുറച്ചും കൂടി നീളം വെച്ചതും സ്റ്റെമ്മിന് നല്ല കുറച്ചും കൂടി തിക്കായിട്ടുള്ളതുമായിട്ടുള്ള പ്ലാന്റ്സാണ് ഇപ്രാവശ്യം നമുക്ക് അന്യഡോപ്രി വന്നിരിക്കുന്നത്. എന്നാൽ ചെറിയ ചെടികൾ, ചെറിയ കവർ ചെടികളാണ്. അതുകൊണ്ട് ചിലപ്പോൾ ചിലർക്ക് ചെറിയ ചെടികൾ പിടിച്ച് കിട്ടില്ല എന്നുള്ള ഒരു സംശയം കൊണ്ടും പലരും അത് വാങ്ങാതിരുന്നതുകൊണ്ട് ഇത്തവണ നമ്മൾ വലിയ റോസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ റോസ് എന്നാൽ നല്ല വലിയ ബുഷായിട്ടുള്ള നല്ല നീളം വെച്ചിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയത് വേണമെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ആരെയും ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഓർമ്മയിലും ഇല്ല. അതുകൊണ്ട് ദയവായിട്ട് വലിയ പ്ലാന്റ്സ് വേണ്ടുന്നവരുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള വലിയ പ്ലാന്റ്സിൻ്റെ സൈസുകൾ. അതുപോലെ തന്നെ വേറെയും പ്ലാന്റ്സ് എല്ലാം നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ കാറ്റലോഗിൽ ആഡ് ചെയ്യാത്ത കുറച്ച് വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട്. അതിലൊന്നാണ് ഈ ഒരു ജോസഫ് കോട്ട് എന്ന് പറയുന്ന വെറൈറ്റി. അതുപോലെ തന്നെ ഇനിയും മറ്റ് വീഡിയോസ് അപ്ഡേഷൻസുമായിട്ട് ഞാൻ വരാം. ഇത് കാറ്റലോഗിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡച്ച് റോസിൻ്റെ പിങ്ക് ഷെയ്ഡാണിത്. നല്ല വലിയ പൂക്കളാണ്. അതിൻ്റെ എല്ലാം പ്ലാന്റ് സൈസെല്ലാം ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടീ റോസ് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു റോസ് കൂടി നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ പ്ലാന്റ്സാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.